അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിയേക്കാണ്. തെലങ്കാനയിലെത്തി. തെലങ്കാനയിലെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടായി കാണുന്നത്. നമുക്ക് ഏകദേശം 2600 കിലോമീറ്ററാണ് നേപ്പാൾ ബോർഡർ, അതായത് നേപ്പാൾ ഇന്ത്യ ബോർഡറിൽ നിന്ന് ചാലക്കുടി വരെയുള്ള ദൂരം സഞ്ചരിക്കാനുള്ളത്. അത് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് 5 ദിവസം കൊണ്ടാണ്. ഈ 5 ദിവസത്തിനുള്ളിൽ നമ്മൾ ഗോരഖ്പൂർ UP-യിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റേ. അതിനുശേഷം നാഗ്പൂർ നിന്നും ഒരു നൈറ്റ്, പിന്നെ മഹാരാഷ്ട്ര ആന്ധ്ര ബോർഡറിൽ ഒരു നൈറ്റ് നിന്നു, പിന്നെ അനന്തപൂരിലാണ് പിന്നെ വേറെ നൈറ്റ്, പിന്നെ ഇപ്പോൾ പാലക്കാട് ഒരു നൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 5000 രൂപയാണ് നമ്മൾ ടോള് കൊടുത്തത് ഇന്ത്യയിൽ. ഫാസ്ടാഗ് ഉണ്ടായിരുന്നു. ഫാസ്ടാഗ് എടുത്തില്ലെങ്കിൽ അതിൽ കൂടുതൽ പൈസ ഇങ്ങനെ. ഇപ്പോൾ 1 വേ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ടോളൊക്കെ ഹൈ ആവാൻ കാരണം. സാധാരണ എല്ലാവരും 2 ദിവസം കൊണ്ടൊക്കെ ഇന്ത്യയിൽ ട്രാവൽ ചെയ്ത് തീർക്കണത്. നമ്മൾ ഒരു 5 ഡേയ്സ് എടുത്തു. ഒരു 500 കിലോമീറ്റർ ആവറേജ് വെച്ച് നോക്കുമ്പോൾ 5 ഡേയ്സ് ആയിട്ടുണ്ടാവും. പക്ഷെ അവസാനത്തെ ദിവസം കുറച്ച് കുറവാട്ടോ ഓടിയത്. അങ്ങനെ കൃഷ്ണ, നർമ്മദ, ഗോദാവരി, ബ്രഹ്മപുത്ര, ഗാഞ്ചീസ് ആ റിവറുകളെല്ലാം കടന്നാണ് നമ്മൾ വന്നത്. ഇതെല്ലാം പാഠപുസ്തകത്തിൽ പഠിച്ച ഓർമ്മയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കാണാൻ പറ്റി. ഇപ്പം അങ്ങനെ കേരള ബോർഡറിലെത്തി നമ്മൾ. എനിക്ക് പാലക്കാട് ഒരു നൈറ്റ് സ്റ്റേ, അതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ പാലക്കാട് നിന്ന് ചാലക്കുടി വരെ 80 കിലോമീറ്ററാണ് നമ്മുടെ ഡിസ്റ്റൻസ്. കാരണം അവിടെ 4 മണിക്ക് എത്തണം. അങ്ങനെ നമ്മൾ കുതിരാനിലെത്തി. കുതിരാൻ ഇതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണൽ. 955 മീറ്റർ, അതായത് 1 കിലോമീറ്റർ ജസ്റ്റ് താഴെയുള്ളൂ. അത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലായ കുതിരാനിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നത്തെ നൈറ്റ് സ്റ്റേ പ്ലാൻ ചെയ്തേക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് ടൗണിനകത്താണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുന്നത്. ഇത് പാലക്കാട് ടൗണിലെ എന്തോ ഒരു ഉത്സവം എന്തോ ആണ്. നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് കണ്ടെന്നേ ഉള്ളൂ. ടൗണിനകത്ത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ ആയി. പാലക്കാട് നിന്ന് ചാലക്കുടിയിലേക്കുള്ള യാത്രയിലാണ്. ഇനി അധികം സമയമില്ല. ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചാലക്കുടിയിൽ എത്തിക്കഴിഞ്ഞാൽ ചാലക്കുടിയിൽ ടൗണിൽ കുറച്ച് നേരം ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങും. ഇന്ത്യയിൽ ബോർഡർ കടന്നതിന് ശേഷം ഒരു ചെക്ക് പോയിൻറ്റോ നമ്മുടെ പേപ്പർ വർക്ക്സ് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആരും. അങ്ങനെ നമ്മൾ ചാലക്കുടിയിൽ എത്താറായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാത്തിരുന്ന ജോബിയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർക്കുള്ള സ്വീകരണ പരിപാടികളാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നടത്താൻ പോകുന്നത്. ഏകദേശം 40-45 ദിവസങ്ങൾക്ക് മുന്നേ UK നിന്ന് ആരംഭിച്ച അവരുടെ പ്രയാണം അവരുടെ ജന്മനാടായ ചാലക്കുടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
വളരെ നല്ല യാത്രയാണ്. അതെ അതെ എയർ ഏഷ്യയിലല്ല, ചൈനയില് വണ്ടികളിൽ ഭയങ്കര പ്രൈസുള്ള ആണോ? പണ്ട് മുതലേ ഇത് 130. ഹലോ പ്രിൻസിപ്പൽ ചെയർമാൻ എ.പി. ജോർജേട്ടൻ, മറ്റ് പ്രിയ പ്രമുഖ നേതാക്കളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ ജോബി ലൂബി, ഏകദേശം 45 ദിവസങ്ങൾക്ക് മുന്നേ ജൂൺ 20-ാം തീയതി അവർ യു.കെയിൽ നിന്ന് ആരംഭിച്ച പ്രയാണം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇതിനോടൊപ്പം അവർ ചാരിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ പ്രയാണം ഇവിടെ ആരംഭിച്ചത്. ഞങ്ങളൊക്കെ ചേട്ടൻ ബാവ അനിയൻ ബാവ എന്നൊക്കെ വിളിക്കുന്ന സഹായം ചെയ്യുന്ന രീതിയിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ ചാരിറ്റി അവിടുത്തെ ഹോസ്പിറ്റലില് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ചാരിറ്റിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ മലയാളികൾ എന്തിട്ട് അവരോട് കൂടെയാണ്, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ യാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA സനീഷ് കുമാർ ജോസഫ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തോളൂ. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ എബിച്ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എബിച്ചേട്ടൻ സ്വാഗതം പറഞ്ഞോളൂ. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ പൈലപ്പേട്ട ഇവിടെ എത്തിച്ചേർന്നു. ജോജി കൗൺസിലർ ജോജിക്ക് സ്വാഗതം പറഞ്ഞോളൂ. ലീന ഡേവിസിന് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരിയായ ലീല ചേച്ചിക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് ഇവിടെ എത്തിച്ച ഏറ്റവും വലിയൊരു വ്യക്തി ഇവിടെയുണ്ട്. ഇവരെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് 25 കൊല്ലം മുന്നേ നേഴ്സിംഗ് ആണുങ്ങൾക്ക് പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നേഴ്സിംഗ് എന്ന വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയ അവരുടെ പ്രിയപ്പെട്ട അമ്മ മേരി ചേച്ചി ഇവിടെ ഇരിക്കുന്നു. മേരി ചേച്ചിക്ക് സ്വാഗതം. ചാലക്കുടിയിലെ എല്ലാ ആളുകൾക്കും ക്ലബിന്റെ കോസ്മോസ് ക്ലബ്ബ്, സ്വദേശി മൂവ്മെന്റ്, മൈജ, ഒളിമ്പിയ മാധ്യമ വിഭാഗം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവർക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മുൻപട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മനേഷ് സെബാസ്റ്റ്യൻ ഇവിടെയുണ്ട്. പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. ചാലക്കുടിയുടെ യശസ് ലോകമെമ്പാടും എത്തിക്കുന്ന തരത്തിൽ ചാലക്കുടിക്കാരായിട്ടുള്ള ജോബിയും വേറെ ഏതെങ്കിലും ഒരു മലയാളിക്ക് ഇത് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം സംശയമുണ്ട്. തീർച്ചയായും ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. തീർച്ചയായും അത് ഫ്ലാഗ് ഓഫ് ചെയ്ത മലയാളി കൂടിയായിട്ടുള്ള അവിടുത്തെ മേയർ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായും അത് ഈ സന്തോഷം കൂടുതൽ മധുരതരമാക്കുന്നു. എല്ലാവിധ വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് മനസ്സിലായത് റഷ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തിരക്കി നിൽക്കുകയാണ്. യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ നേപ്പാൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ വലിയ പ്രതിസന്ധിയുണ്ട്, പ്രശ്നമുണ്ട്. എന്നിരുന്നാലും അതൊക്കെ ഒരു ചലഞ്ചിങ് ആയി. എനിക്ക് തോന്നുന്ന ഈ തരുണത്തിൽ എല്ലാവരെയും കൂടുതൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് അവരുടെ അമ്മ തന്നെയായിരിക്കും. കാരണം മക്കൾക്ക് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സ്വീകരണം, പൗരാവലി എന്ന് പറഞ്ഞാൽ MLA, മുനിസിപ്പൽ ചെയർമാൻ, ഒരുപാട് ജനപ്രതിനിധികളടക്കം വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാരടക്കം കൊടുക്കുന്ന ഒരു സ്വീകരണം, അതിന് ഉതകുന്ന രീതിയിൽ അവരെ വളർത്തി വലുതാക്കിയ അമ്മയ്ക്കും കുടുംബത്തിനും തന്നെയായിരിക്കും അഭിമാനം. എന്തായാലും ഞാൻ ആദ്യമായിട്ട്, ഞാനൊരു 30 വർഷമായി ജനപ്രതിനിധിയായ ആളാണ്. ആദ്യമായിട്ടാണ് ഇത്ര ദൂരെ നിന്ന് വന്ന് ഒരാളെ സ്വീകരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്.
അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങൾ കുറേ ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൽ സന്തോഷമുണ്ട്. എന്തായാലും നന്മ വിതയ്ക്കുന്നവർക്ക് നന്മ മാത്രമേ കൊയ്യാൻ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ള. ആ വലിയ അമ്മയുടെയും കാരണന്മാരുടെയൊക്കെ കുറ്റം തന്നെയായിരിക്കും നിങ്ങളുടെ വളർച്ചയുടെ ഇത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ എത്ര ഉയർന്ന തലത്തിലെത്തിയാലും രണ്ട് മക്കൾ ഒരുമിച്ച് ഈ ഒരു സാഹസിക യാത്രയ്ക്ക് തുനിയാന്ന് പറഞ്ഞാൽ അത് അതിക്കും മേലെയാണ്. എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. വളരെ സന്തോഷമുണ്ട്. ഈ നല്ലൊരു UK എന്ന് പറയുമ്പോൾ വളരെയധികം ചാരിറ്റി നടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് എന്ന് പറയുമ്പോൾ ഓക്സ്ഫോർഡ് വളരെ പുരാതനമായ ഒരു സിറ്റിയാണ്. ആ സിറ്റിയിൽ തന്നെ ജീവിക്കുക, അവിടെ ഒരു ബിസിനസ് നടത്തുക, അവിടെ പൊലിറ്റിയുടെ നാമധേയം, ചാലക്കുടിയുടെ നാമധേയം, കേരളത്തിന്റെ നാമധേയം ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട മക്കളെന്ന് വിശേഷിപ്പിക്കാവുന്ന ജോബിക്കും നോബിക്കും ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ അഭിമാനമാണ്. പേപ്പറിൽ ഈ പരസ്യം വരുമ്പോഴാണ് ഇത് അറിയുന്നത്. ഇത് വളരെ സന്തോഷം. രണ്ട് വൻകരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അതും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മനോഹരമായോടൊപ്പം അവരുടെ സഹധർമ്മിണികളും കുഞ്ഞുങ്ങളും ഒപ്പം ചേർന്നുകൊണ്ട് ഇന്നാണ് അവരിവിടെ എത്തിച്ചേർന്നത്. ഒരു ജീവകാരുണ്യ പ്രവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് ചാലക്കുടിയിൽ എത്തിച്ചേർന്നു. വർഷങ്ങൾക്ക് മുമ്പ് ചാലക്കുടി വിട്ട് വിദേശത്തേക്ക് പോയവരാ ഇന്നും ചാടിക്കാർ പറഞ്ഞിട്ടുള്ള ഇല്ല എന്നുള്ളതിന് തെളിവാണ് നിങ്ങളുടെ സ്വന്തം നാട്ടുകാരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള സ്വീകരണം ഒരുക്കുന്നു. ഇനിയും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാണ്ട് ജോബിക്കും കഴിയുമാറാട്ടെന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാരണം സാഹസികത ഇഷ്ടപ്പെടുന്ന ചെറുപ്പത്തിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇത് എൻ്റെ ചിന്തയ്ക്ക് അപ്പുറത്തായിട്ട് എനിക്ക് തോന്നുന്നു. വളരെ ആവേശകരമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊക്കെ ആവേശം തോന്നുന്ന, നമ്മളെ സംബന്ധിച്ചിടത്തോളം വരും കാലങ്ങളിലെ ഓർക്കാവുന്ന സന്ദർഭമാണിത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം ഇപ്പൊ പ്രിയപ്പെട്ടതായി മാറിയ UK-യിലെ മേയർ ടോം സാർ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. നഗരസഭയുടെ അധ്യക്ഷൻ, വിവിധ ജനപ്രതിനിധികളെ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഈ നിമിഷം നിൽക്കുന്നതിൽ. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല ഇവരെ റിസീവ് ചെയ്യാൻ ഇവിടെ കാണാൻ പറ്റുമെന്ന്. ഇവർ ജൂൺ 21 ഫ്ലാഗ് ഓഫ് ചെയ്തത് ഞാനാണ്. അതും 60 ദിവസം വിചാരിച്ച 42 ദിവസം കൊണ്ട് ഇവിടെ പൂർത്തിയാക്കി. അതിനവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം, അല്ലേ? നല്ലൊരു കൈയടി. അതുപോലെ തന്നെ ഇതിനുവേണ്ടി അവർ എടുത്ത നിയോഗങ്ങൾ 2 ചാരിറ്റികളാണ്. അത് ഹോസ്പിറ്റൽസിന്റെ നവീകരണത്തിന് വേണ്ടി അതിന്റെ ചാരിറ്റി പ്രവർത്തനം. ഇത് നമ്മുടെ സർക്കാർ ആശുപത്രി പ്രവൃത്തിയാണ്, നമ്മുടെ ഇവിടുത്തെ സർക്കാർ. അതിന്റെ വേണ്ടിയുള്ള അതുകൊണ്ട് ബ്രിസ്റ്റോളിന്റെ നാമത്തിൽ, ബ്രിസ്റ്റോൾ പൗരാവലിയുടെ നാമത്തിൽ ഞാൻ ഈ ചാലക്കുടി ജനതയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് അത് ജോബിക്കും നോബിക്കും ഇത് നന്ന പിന്തുണയ്ക്കും. അതുപോലെ ഇത് നിങ്ങൾ ഒരുക്കിയ ഒരു സ്വീകരണത്തിന് ഇവിടെ നിങ്ങളുടെ പൗരാവലി ഒരുക്കിയ നിങ്ങളുടെ സംഘടനകൾ, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ജനപ്രതിനിധികൾ, അതിന് എന്നെ ഇതിലൂടെ ക്ഷണിച്ച ലിജോ, ഇങ്ങനെ തുടങ്ങിയ മറ്റൊരു അനേകം പേരും പറയാത്തവരുണ്ടായിരിക്കാം. അതിലൂടെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. കാരണം ഇത്ര നല്ലൊരു സ്വീകരണം ഞങ്ങളുടെ ബ്രസ്റ്റോളിയൻസിനെ ഇവിടെ കൊടുക്കുവാൻ സാധിച്ചത്, ചാലക്കുടിയിൽ കൊടുക്കാൻ കിട്ടിയത് കേരളീയ മലയാളികൾക്ക് ഒരു അഭിമാനമാണ്, അല്ലേ? അപ്പം ഇങ്ങനെ മലയാളികൾക്ക് അഭിമാനിക്കുന്നതായിട്ടുള്ള ഒത്തിരിയധികം നേട്ടങ്ങളുണ്ട്. ഈ പ്രത്യേകിച്ച് മേരിച്ചേച്ചിക്കും നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. കാരണം അവരുടെ അവരുടെ പ്രാർത്ഥനകൾ ഈ ദീർഘമുള്ള യാത്ര അതിനുവേണ്ടി പ്രത്യേകിച്ച് അമ്മയെ പറയും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുണ്ട്, അതുപോലെ ഭാര്യമാർ ഇതിന് പിന്നിൽ ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഭാര്യമാർ അനുവദിച്ചത് കൊണ്ടാണല്ലോ ഇത് നടന്നത്, അല്ലേ? അല്ലേ അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? അല്ലേ? അവരുടെ ഭാര്യമാരെ ശ്രമിച്ചോണ്ടില്ലേ? എന്നാൽ അവർക്ക് നമ്മുടെ കൈയടി കൊടുക്കും. കാരണം അവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഇതിനുവേണ്ടി ചെയ്ത എല്ലാവർക്കും കാണാൻ സാധിച്ച മക്കളെ അതെ തീർച്ചയായും. അപ്പം ജോബിയുടെയും നോബിയുടെയും ഭക്തിമാർക്ക് നിന്ന് വരാമോ? സംസാരിക്കുന്നതായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, പിന്നെ എത്രയും സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ കൊച്ചുമക്കള്, പിന്നെ ബഹുമാനപ്പെട്ട ചാലക്കുടി MLA, മുനിസിപ്പൽ ചെയർമാൻ, പിന്നെ ബാക്കിയുള്ള വിശിഷ്ട വ്യക്തികൾക്കും ഞാൻ എൻ്റെ വിനീതമായ നന്ദി പറയുന്നു. കാരണം
ഞങ്ങളുടെ യാത്ര തുടങ്ങുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചാലക്കുടിയിലും ഈ മുരിങ്ങൂരിലും ഇങ്ങനെ ഒരു സ്വീകരണം. ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുന്നു എന്ന് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. ജൂൺ മാസത്തിൽ ഞങ്ങൾ 42 ദിവസം മുമ്പ് ഞങ്ങൾ ആരംഭിച്ച ഈ യാത്ര ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. ഈ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഒരു വർഷത്തെ പ്രയത്നമുണ്ട് ഇതിൻ്റെ പുറകിൽ. കാരണം ഇതിന് ഒരുപാട് പേപ്പർ വർക്കുകൾ, വിസകൾ, വണ്ടിയുടെ പേപ്പർ വർക്ക് എല്ലാം നടത്തി. അതിനുശേഷം ഞങ്ങളുടെ ഈ റൂട്ട് ഞങ്ങൾ ആദ്യം തീരുമാനിച്ച റൂട്ട് മാറ്റേണ്ടി വന്നു. ഉക്രൈൻ യുദ്ധം മൂലം രണ്ടാമത് വേറൊരു റൂട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. 20 രാജ്യങ്ങളിൽ 20 തരം കാലാവസ്ഥകളിൽ കൂടി ഞങ്ങൾ കടന്നു വരികയാണ് ഉണ്ടായത്. ചില രാജ്യങ്ങളിൽ 45 ഡിഗ്രി വരെ ചൂടുണ്ടായിരുന്നപ്പോൾ ചില രാജ്യങ്ങളിൽ മഴ മൂലം റോഡ് പോലും ഇല്ലാതിരുന്ന സ്ഥലങ്ങളുണ്ട്. അതിനെല്ലാം വളരെ സുരക്ഷിതമായി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും മൂലം കടന്നു വരാൻ സാധിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും, ഇവിടെ വന്നു പോയവരും എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. ചെയ്ത വലിയ ധീരകൃത്യത്തിനും മിഷനൊക്കെ ഞാൻ ഇവിടെ എഴുതിയപ്പോ പാവം നോബി ചമകല കോൺകറോട്ട് പൂർണ്ണമായിരുന്നു. അപ്പൊ നല്ല വിജയം നേടിയതിന് ദൈവം ഗ്രഹിച്ചു. Okay. Wow. Thank you. അപ്പൊ എല്ലാ നന്മകളും നിങ്ങളെന്നാ തിരിച്ചു ചെയ്യും. എല്ലാവരും കേരള ചാലക്കുടി പ്ലാൻ ചെയ്ത് 60 ദിവസം പ്ലാൻ ചെയ്ത് നമ്മൾ 45 ദിവസം കൊണ്ട് 26,000 കിലോമീറ്റർ ബാക്കി വിശേഷങ്ങൾ കാരണം ഞങ്ങള് കുറച്ച് സ്പീഡാക്കാൻ കാരണമുണ്ട്. കാരണം പല രാജ്യത്തും പല കാലാവസ്ഥയാണ്. വളരെ ചൂടുള്ള രാജ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് സ്പീഡാക്കിയപ്പോഴാണ് പെട്ടെന്ന് ഇവിടെ എത്താൻ സാധിച്ചത്. കാരണം ഞങ്ങളിത് ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളൊരു ഫണ്ട് റേസിംഗ്
എന്നുള്ള ചാരിറ്റി ഫണ്ട് റേസ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. ഞങ്ങളൊരു നല്ലൊരു തുക ഇതിനു വേണ്ടി സമാഹരിക്കുകയും ചെയ്തു. അത് UK യിലുള്ള ഒരു NHS ഹോസ്പിറ്റലിൽ നിന്ന് ആ ഫണ്ട് കിട്ടും. ഉള്ളിലുണ്ടാവും തീർച്ചയായിട്ടും അതൊന്നും പങ്കുവയ്ക്കാം. നാടും